ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, സ്വർഗീയ പൗരത്വവും ജീവപുസ്തകത്തിൽ എഴുതിയ പേരും നിലനിർത്തുവാൻ ആവശ്യമായ 5 വഴികൾ. ലോകത്തിൽ തിന്മകൾ ചെയ്യുന്ന ലൗകിക പൗരൻ ശിക്ഷിക്കപ്പെടുകയോ പൗരത്വത്തിൻ്റെ ഗുണങ്ങൾ നഷ്ടമാകുകയോ ചെയ്യുന്നത് ലോകരാജ്യങ്ങളിലെ നിയമമാണല്ലോ. മാമോദീസയിലൂടെ ലഭിച്ച സ്വർഗീയ പൗരത്വവും ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട പേരും മായ്ക്കപ്പെടാതെ ദൈനംദിന ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ ഒരാത്മീയ പ്രക്രിയയാണ്. ഇതിനെ ദൈവികമായ കൂട്ടായ്മയിൽ തുടരുക എന്ന് ലളിതമായി പറയാം. സ്നാനത്തിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചെങ്കിലും ദൈവികമായ കൂട്ടായ്മയിൽ അവിടുത്തെ രാജ്യത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗീയ പൗരത്വത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവജനത്തിന് എന്നെന്നും ഉണ്ടായിരിക്കേണ്ട സ്വർഗീയ പൗരത്വവും പൗരത്വത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുകയും ജീവപുസ്തകത്തിൽ എഴുതിയ പേര് നിലനിർത്തുവാനുള്ള 5 വഴികളിൽ പ്രധാനമായത് കൂദാശകളുമായുള്ള നിരന്തര സമ്പർക്കമാണ്. മാമോദീസായിൽ തുടങ്ങുന്ന ദൈവവുമായുള്ള ബന്ധം കൂദാശകളിലൂടെയാണ് ബലപ്പെടുന്നത്. അതിലൊന്നാമത്തെ വഴി വിശുദ്ധ കുർബാനയാണ്. സ്വർഗീയ പൗരത്വത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവമാണ് വിശുദ്ധ കുർബാന. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരുടെ കൂട്ടായ്മയിൽ നാം ഇവിടെ ഭൂമിയിൽ വെച്ച് തന്നെ പങ്കുചേരുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് കർത്തൃദിനമായ ഞായറാഴ്ചകളിലും മോറോനായ പെരുന്നാൾ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായ വിശുദ്ധ കുർബാനയെ അനുഭവിക്കുകയും ചെയ്യുക എന്നത് മാമോദീസായിൽ ലഭിച്ച സ്വർഗീയ പൗരത്വം പുതുക്കുവാനുള്ള മാർഗമാണ്. അതെ, മാമോദീസായിൽ ലഭിച്ച സ്വർഗീയ പൗരത്വം പുതുക്കുവാനുള്ള മാർഗമാണ് വിശുദ്ധ കുർബാന. ലേവ്യരുടെ അവകാശം യഹോവയായിരുന്നത് പോലെ ദൈവജനവും രാജകീയ പുരോഹിത വർഗവുമായ ക്രിസ്ത്യാനിയുടെ അവകാശം ക്രിസ്തുവാണ്. അതുകൊണ്ട് സ്വർഗീയ പൗരത്വം പുതുക്കിയെങ്കിലേ രാജ്യത്തിൽ വസിക്കുവാൻ സാധിക്കുകയുള്ളൂ, അവകാശങ്ങൾ ലഭിക്കുകയുള്ളൂ. ദൈവരാജ്യത്തിൽ വസിക്കുന്നതിലൂടെ നാം അവനിലും, വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തു നമ്മിലും ആയിത്തീരുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുക എന്നത് എത്ര മനോഹരമായ ഒരു പദവിയാണ്. അത് നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ ദാനമായി ലഭിച്ച രക്ഷയിൽ പുതുക്കപ്പെടുവാനുള്ള വിശുദ്ധ കുർബാന എന്ന മാർഗം നഷ്ടമാക്കരുത്. രണ്ടാമത്തെ വഴി വിശുദ്ധ കുമ്പസാരമാണ്. വിശുദ്ധ കുർബാനയിലൂടെ ദൈവജനത്തിൻ്റെ സ്വർഗീയ പൗരത്വം പുതുക്കപ്പെടുന്നുവെങ്കിൽ അതിൽ സംബന്ധിക്കുകയും അവിടുത്തെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ യോഗ്യത എന്താണ്? അവർ ശുദ്ധരായിരിക്കണം. ശുദ്ധീകരണത്തിന് അനുതാപം അഥവാ മാനസാന്തരം ആവശ്യമാണ്. നമ്മുടെ പാപം മൂലം തകർന്നുപോയ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നത് മാനസാന്തരത്തിൽ നിന്നുണ്ടാകുന്ന ഏറ്റുപറച്ചിൽ അഥവാ കുമ്പസാരത്തിൽ കൂടെയാണ്. നാം വീട് തൂത്തു തുടച്ച് വൃത്തിയാക്കുകയും പുറമേയുള്ള ശരീരശുദ്ധിക്ക് അനുദിനം കുളിക്കുകയും വസ്ത്രം അലക്കുകയും ചെയ്യുന്നത് പോലെ ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണം ആത്മീയ ജീവിതത്തിൽ മാമോദീസായിലൂടെ ലഭിച്ച മക്കൾ എന്ന പദവി നിലനിർത്തുന്നതിനും മക്കൾക്കുള്ള അവകാശം അഭംഗുരം അനുഭവിക്കുവാനും ക്രിസ്തു സാന്നിധ്യത്തിനും ദൈവരാജ്യത്തിലെ വാസത്തിനും സ്വർഗത്തിലേക്കുള്ള PR അഥവാ പെർമനൻ്റ് റെസിഡൻസിക്കും അത് ആവശ്യമാണ്. പാസ്പോർട്ട്, വിസ എന്നിവയ്ക്ക് നാം അപേക്ഷിക്കുമ്പോൾ PCC അഥവാ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിരിക്കുന്നത് പോലെ ദൈവരാജ്യം പൗരത്വം ലഭിക്കുന്നതിനും പുതുക്കുന്നതിനും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് റിപ്പൻറ്റൻസ് അഥവാ അനുതാപത്തിൻ്റെ അഥവാ മാനസാന്തരത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്. അത് ലഭിക്കുവാൻ ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. അനുതാപത്തോട് ഹൃദയം നുറുങ്ങിക്കൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും
ശേഷം അവിടുത്തെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വർഗീയ പൗരത്വവും ജീവപുസ്തകത്തിലെ പേരും പുതുക്കപ്പെടുന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുവാനുള്ള വിശുദ്ധ കുമ്പസാരം എന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. സ്വർഗീയ പൗരത്വവും ജീവപുസ്തകത്തിലെ പേരും പുതുക്കുവാനുള്ള മൂന്നാമത്തെ വഴി പ്രാർത്ഥനാ ജീവിതമാണ്, അസറ്റിക് ജീവിതം. ദൈവരാജ്യ പൗരന്മാർക്ക് കർത്താവുമായി നിരന്തരം ആശയവിനിമയം ആവശ്യമാണ്. ഉടയവനുമായുള്ള സംസർഗമാണിത്. ദൈവത്തോടുള്ള സംസർഗമാണല്ലോ പ്രാർത്ഥന. പുത്രനാം ദൈവം പിതാവാം ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥന എന്ന സംസർഗത്തിലായിരുന്നു. ശുദ്ധീകരിക്കപ്പെട്ടവൻ അവൻ്റെ അപ്പനോടുകൂടെ വസിക്കുവാനുള്ള പ്രിവിലേജ് ലഭിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന പുറപ്പാട് പുസ്തകത്തിലെയും വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിലെയും വചനങ്ങൾ ഇവിടെ ഓർമ്മിക്കുക. അപ്പോൾ നമ്മുടെ കർത്താവ് നാം കുഴിയിൽ വീഴാതെ നമ്മെ കരം പിടിച്ചു നടത്തും. എന്തിനും ഏതിനും അങ്ങനെയുള്ള മക്കളായ നാം അപ്പനോട് ആലോചന ചെയ്യും. ഞാനെന്ന ഭാവം ഉപേക്ഷിച്ച് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്. അത് വിശുദ്ധിക്കും ദൈവാലോചനയ്ക്കും ദൈവിക സംരക്ഷണത്തിനും നമുക്കാവശ്യമായ ദൈവപ്രവർത്തിക്കും നമ്മുടെ ദൈവരാജ്യവാസത്തിനും ഇവ ആവശ്യമാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന വചനം ഇവിടെ പ്രസക്തമാണ്. അപ്പോസ്തലൻ പറയുന്നത് പോലെ സുവിശേഷത്തിനായി പോരാടുക എന്നത് പ്രാർത്ഥനയിലൂടെയാണ് സാധ്യമാകുന്നത്. സഭയുടെ നിശ്ചിത പ്രാർത്ഥനാ ക്രമങ്ങൾ അഥവാ യാമപ്രാർത്ഥനകൾ, യേശുവേ ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നണമേ, അതുപോലുള്ള നിമിഷ പ്രാർത്ഥനകളും അനുഷ്ഠിക്കുന്നത് ലോകത്തിൻ്റെ ചിന്തയിൽ നിന്ന് മാറി ദൈവചിന്തയിൽ നിലനിൽക്കുവാൻ നമ്മെ സഹായിക്കും. അതിലൂടെ ദൈവത്തിൻ്റെ മക്കളായ നാം പ്രകാശമായ ക്രിസ്തുവിൻ്റെ പ്രകാശവലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രശോഭിക്കുവാനും ആ നീതിയുടെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെയും ലോകത്തെയും നന്മയിൽ പുതുക്കുവാനും ഇടയാക്കും. അതുകൊണ്ട് നിർമ്മലനായ ദൈവം കനിയുവാനായി നിർമ്മല ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുക. ഫലം ഉറപ്പാണ്. സകല സൃഷ്ടിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ കവിയും. നാലാമത്തെ വഴി ദൈവവചന വായനയും ധ്യാനവുമാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നുവെന്ന സത്യമോർത്തുകൊണ്ട് വചനമാകുന്ന ദൈവത്തെ ഉള്ളിലാക്കുവാൻ, ക്രിസ്തുവിങ്കലേക്ക് വളരുവാൻ, ദൈവീകരണം നമ്മിൽ സാധ്യമാകുവാൻ കർത്താവിൻ്റെ വാക്കഥവാ ശ്വാസമാകുന്ന ദൈവമാകുന്ന വചനം നിറച്ച് നമുക്ക് വഴികാട്ടിയും ജീവനും ചൈതന്യവും പ്രാപിക്കുവാനുള്ള വഴികളെ നമുക്ക് കാണിച്ചു തരുവാനുമായി നമുക്ക് തന്നിരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നിറഞ്ഞ വിശുദ്ധ ഗ്രന്ഥമാകുന്ന വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും വചനഭാഗം ശാന്തമായി നമ്മുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും താതൻ്റെ സന്നിധിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകാഗ്രമായി ധ്യാനിക്കുകയും ചെയ്യുക. അത് നമ്മുടെ സ്വർഗീയ പൗരത്വത്തിൻ്റെ ശക്തിയും സാധ്യതകളും വർദ്ധിപ്പിക്കുകയും ദൈവ തേജസ്സിൻ്റെ മഹിമയിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്യും. അങ്ങനെ അവിടുത്തെ മക്കളായ നാം ക്രിസ്തുവിനെ പോലെ ശോഭിക്കും. ഗലീലയിൽ ക്രിസ്തു എത്തിയപ്പോൾ അവിടുത്തെ ഇരുട്ട് നീങ്ങിപ്പോയി നിത്യവെളിച്ചം അവിടെ പ്രകാശിച്ചതുപോലെ നമ്മുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും ഇരുട്ട് മാറിപ്പോകുവാനും നമുക്ക് ചുറ്റുമുള്ളവർക്ക് നാം പ്രകാശമായി തീരുവാനും നാം അവിടുത്തെ ശോഭയാൽ പ്രശോഭിക്കുവാനും ആയി എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക എന്ന യെശയ്യാ പ്രവചനം നമ്മിലെന്നും ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കട്ടെ. ദൈവരാജ്യ പൗരത്വവും സ്വർഗരാജ്യത്തിലെ പേര് നിലനിർത്തുവാനായി ഉള്ള അഞ്ചാമത്തെ വഴി സുവിശേഷത്തിനായി പോരാടിക്കൊണ്ട് വിവേകപൂർണമായി ജീവിക്കുക. ദൈവരാജ്യ പൗരന്മാർ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരാണ്. അവർ അനുവർത്തിക്കേണ്ട ജീവിതശൈലി ക്രിസ്തീയവും ജീവിതക്രമം മലയിലെ പ്രസംഗത്തിലൂടെ ക്രിസ്തു പഠിപ്പിച്ച സ്വർഗരാജ്യത്തിലെ ജീവിതക്രമവുമാണ്. അതുകൂടാതെ നമ്മുടെ ജീവിതം തന്നെ സുവിശേഷമാക്കേണ്ടതുമുണ്ട്.
നമ്മുടെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ക്രിസ്തുവിനെ പ്രകടമാക്കുക എന്നതാണ് ഏറ്റവും വലിയ സുവിശേഷ ഘോഷണം. അതായത് ഒരു ക്രിസ്ത്യാനി ക്രിസ്തു കാണിച്ചു തന്ന ജീവിത മാതൃക അനുസരിച്ച് ജീവിക്കണം. സ്വർഗീയ പൗരത്വമുള്ളത് കൊണ്ട് മാത്രം പോരാ, ആ പൗരത്വത്തിന് ചേർന്ന പെരുമാറ്റം ഭൂമിയിൽ നാം അനുഷ്ഠിക്കണം. ലൗകികമായ പ്രലോഭനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ആത്മീയമായ മൂല്യങ്ങൾക്കും സഭയുടെ വിശ്വാസത്തിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുക. ദൈവജനത്തിൽ അഥവാ ഐമേനിയായി ഉൾപ്പെടെയുള്ളവർ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയാണ് കൊയിനോണിയ. അത് കാത്തു സൂക്ഷിക്കുക. ഫലത്തിൽ നിന്നല്ലോ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. സ്വർഗീയ പൗരന്മാരായ നമ്മളും ഈ ലോകത്തിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൂതന്മാരായിരിക്കണം. സഭയുടെ വളർച്ചയിലും നന്മയിലും ക്രിയാത്മകമായി പങ്കുചേരുക എന്നത് ഒരു ഐമേനി അഥവാ അവൈദികൻ്റെ കടമ കൂടിയാണ്. അത് നമ്മിൽ ഓരോരുത്തരിലും കൂടി നിവൃത്തിയാകണം. അതാണ് ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ ലോകജീവിതം മാതൃകയിലായിരിക്കണം. വചനമനുസരിച്ചിരിക്കണം. ക്ലെമന്റ് മുതലായ കൂട്ടുവേലക്കാർ ചെയ്തതുപോലെ നമ്മുടെ പാപപരിഹാരത്തിനായി ക്രൂശിൽ കഷ്ടമനുഭവിച്ച ക്രിസ്തുവിൻ്റെ കൈകളിലും കാലുകളിലും തറയ്ക്കപ്പെട്ട കാരിരുമ്പാണികൾ കൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന പലകമേൽ എഴുതിയിരിക്കുന്ന അവിടുത്തെ പുതിയ നിയമം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വിശുദ്ധിയോട് വചനപ്രകാരം നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം സാക്ഷ്യമാകും. ക്രിസ്ത്യാനിയുടെ സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം സുവിശേഷമാകും. ആ നല്ല വിശേഷം നമ്മുടെ കുട്ടികൾക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും മാതൃകയാകും. അനേകർക്ക് വെളിച്ചമാകും, ആശ്വാസമാകും, വഴികാട്ടിയാകും. വചനം ജീവിക്കുന്നവരാകട്ടെ നാം. അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ സുവിശേഷമാകട്ടെ. പ്രിയമുള്ളവരെ, സ്വർഗീയ പൗരത്വവും ജീവപുസ്തകത്തിലെ പേരും എഴുതപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം നമ്മിൽ അഹങ്കാരമല്ല, മറിച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ് ഉണ്ടാക്കേണ്ടത്. സ്വർഗത്തിലെ പൗരന്മാർക്ക് സ്വർഗത്തിലെ രാജാവായ ക്രിസ്തുവിനോട് സദൃശ്യമുള്ളവരായിരിക്കുവാൻ ബാധ്യതയുണ്ട്. കുദാശകൾ, വചനവായന, പ്രാർത്ഥന, സുവിശേഷ മാതൃകയിലുള്ള ജീവിതം, നന്മ പ്രവൃത്തികൾ എന്നിവയിലൂടെ ഈ സാദൃശ്യം ഓരോ ദിവസവും വളർത്തിയെടുക്കുന്നതിനാണ് സ്വർഗീയ പൗരത്വം കാത്തു സൂക്ഷിക്കുവാനുള്ള യഥാർത്ഥ വഴി. ആ യഥാർത്ഥ വഴി കാണിച്ചു തരുവാനായിട്ടാണ് ഈ വലിയൊരു എപ്പിസോഡ് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ഈ ആത്മീയ യാത്രയിൽ സഭയുടെ കുദാശപരമായ ജീവിതം നാം എത്രത്തോളം ഗൗരവമായി കാണുന്നുവോ അത്രത്തോളം നമ്മുടെ സ്വർഗീയ പൗരത്വം വ്യക്തവും സദൃഢവുമാണെന്നോർക്കുക. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.